മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായിയായ ഉമർ റളിയല്ലാഹു അൻഹു എത്ര ഗൗരവത്തോടെയാണ് നമ്മുടെ ദൃഷ്ടിയിലുള്ള ഒരു ചെറിയ വിഷയത്തെ കറക്റ്റ് ചെയ്യുന്നത്. പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ തലമുടി അന്യപുരുഷന്മാര് കാണാനുള്ളതല്ല. നിന്റെ തലയിലെ തട്ടത്തിന്റെ മുൻഭാഗമോ പിൻഭാഗമോ എവിടെയായാലും നിന്റെ വസ്ത്രത്തിൽ നിന്ന് നിന്റെ മുടിയിൽ നിന്ന് അന്യപുരുഷന്മാര് കാണാൻ പാടില്ല. കണ്ടില്ലേ, ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു എന്നറിഞ്ഞപ്പോ വരുന്നത് മലക്കാണോ ശൈത്താനാണോ എന്ന് പരീക്ഷിച്ചറിയാൻ ഖദീജ റളിയല്ലാഹു അൻഹ ഒരു പരീക്ഷണം നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അല്ല പ്രിയപ്പെട്ട വല്ലഭ, ഇനി ജിബ്രീൽ വരുമ്പോ എന്നോടൊന്ന് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതെ വന്നിട്ടുണ്ട് മോളെ. ഖദീജ റളിയല്ലാഹു അൻഹ എന്ന ഭാര്യയോട് പറയുമ്പോ വലത് സൈഡിൽ നബി തങ്ങൾ ഇരിക്കാൻ പറഞ്ഞു. ഒന്ന് നോക്കൂ നബിയെ, മലക്കിനെ കാണുന്നുണ്ടോ? ഉണ്ട്. ഇടത് സൈഡിലേക്കൊന്നിരിക്കുമോ നബിയെ, മലക്കിനെ കാണുന്നുണ്ടോ? ഉണ്ട്. മുൻഭാഗത്തൊന്നിരിക്കുമോ നബിയെ, മലക്കിനെ കാണുന്നുണ്ടോ? ഉണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹ തലയിലുള്ള മുണ്ട് അല്പമൊന്ന് മാറ്റി, അല്പം മുടിയൊന്ന് പുറത്തേക്ക് കാണിച്ചു. എന്നിട്ട് ചോദിച്ചു, നബിയേ ഇപ്പൊ മലക്കിന് കാണുന്നുണ്ടോ? കാണുന്നില്ല ഖദീജ. അപ്പൊ ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു, തങ്ങളുടെ അടുക്കൽ വരുന്നത് മലക്ക് തന്നെയാണ്, പിശാചല്ല. പിശാചാണെങ്കിൽ അന്യ പെണ്ണിന്റെ മുടി കാണുമ്പോ അവിടെ നിൽക്കുകയാണ് വേണ്ടത്, മലക്കായതുകൊണ്ടാണ് അങ്ങ് പോയത് എന്ന് പറഞ്ഞുകൊണ്ട് കറക്റ്റ് ചെയ്തു കൊടുത്തത് ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ സീറൻ നബവിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട പെങ്ങളെ, നീ തെരുവിലിറങ്ങുമ്പോ നിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളും നിന്റെ തലമുടിയും അന്യപുരുഷന്മാർക്ക് പ്രദർശനം നടത്താൻ പാടില്ല. അത് ഹറാമാണ്. നിനക്ക് പരലോകത്ത് വലിയ നഷ്ടമാണ് മോളെ. അല്ലാഹുവിന്റെ നിയമമാണ്, ഹബീബിന്റെ നിയമമാണ്. നിന്റെ മനസ്സിൽ റസൂലുള്ളാഹിനോട് സ്നേഹമുണ്ടോ മോളെ? ആ ഹബീബിനോട് സ്നേഹമുണ്ടെങ്കിൽ ലാ യുമിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅതു ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹമുള്ള ആളുകൾ അവരുടെ ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ സ്വന്തം താല്പര്യങ്ങൾ ഹബീബിന്റെ സുന്നത്തിനോട് തുലനമാകണം. രണ്ടും ഒന്നാകുമ്പോഴേ ഈമാനാകൂ. അങ്ങനെ ഈമാനോടെ ജീവിച്ച സ്വാലിഹാത്തുകൾ അവരുടെ അന്ത്യസമയം റാഹത്തായി പോയും ചിരിച്ചുകൊണ്ട് മരിച്ചുപോയ പ്രായമുള്ള ഉമ്മമാര് അവര് കണ്ടില്ലേ, ഒരു കറുപ്പ് കൊണ്ട് മുടിയൊതുക്കി കെട്ടി അതിന്റെ മേലെ ഒരു വെള്ളത്തട്ടമിട്ടു, പിന്നെ ഒരു ഓയിലെടുത്തിട്ട് അവര് പുതച്ചു മൂടി നടന്നു. എന്തിനാണ് അങ്ങനെ നടന്നത്? അവരുടെ തലമുടിയും ശരീരത്തിന്റെ ഭാഗങ്ങളും അന്യപുരുഷന്മാരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാനാണ്. അവര് സ്വർഗത്തിലേക്കുള്ള യാത്രികരാണ്. നീ നിന്റെ നെഞ്ചു തുറന്നിട്ട് നടന്നത് അന്യപുരുഷന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാനാണ്, നിന്റെ ഇഷ്ടം കാണിക്കാനാണ്. എന്നാൽ കണ്ടില്ലേ, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ സ്വർഗം കൊണ്ട് മുന്നറിയിപ്പ് നൽകപ്പെട്ട നേതാവാണ്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ വന്നിട്ട് പറയുകയാണ്, ഓ ഉമർ ഇബ്നുൽ ഖത്താബേ, ഞാൻ സ്വർഗത്തിലെ ഒരു കൊട്ടാരം കണ്ടു, അത് നിങ്ങൾക്കുള്ളതാണെന്ന് ഞാൻ അറിഞ്ഞു. ഫദകർതു ഗൈറതക യാ ഉമർ. അപ്പൊ നിങ്ങളുടെ ആ ഗൗരവമായ ശൈലി ഞാൻ ഓർത്തുപോയി. നിങ്ങൾക്കുള്ള വീടെത്ര വലിയ വീടാണ് ഉമറേ.
അപ്പൊ ചോദിക്കുകയാണ്, അഫഅഗാറു അലൈക യാ റസൂലല്ലാഹ്, ഞാൻ തങ്ങളോടാ ശൈലി കാണിക്കുമോ നബിയെ? ആ വീട്ടിലൊന്ന് കയറിക്കൂടായിരുന്നോ എന്ന് സ്വർഗത്തിലെ വീടിന്റെ വർണ്ണന ഭൗതിക ലോകത്ത് വെച്ചറിയാൻ കഴിഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ്. എന്റെ തല താഴെ വെക്കൂ, അല്ലാഹുവിന്റെ റഹ്മത്തില്ലെങ്കിൽ എനിക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇനി വരാം, ശുഹദാക്കളുടെ അടുത്ത നേതാവാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഉഹദ് മലയുടെ മുകളിൽ കയറി. കൂടെയുള്ളതാരാണ്? ഒന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തത സഹചാരിയായ സിദ്ദീഖുൽ അക്ബർ തങ്ങളാണ്. പിന്നെ ഒന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട പ്രണയം കൊണ്ട് ചുംബനം കൊടുക്കാനുള്ള ഇളക്കം ഉഹദ് മലയങ്ങ് ഇളകി. എന്തിനാണ് ഇളകിയത്? നബി തങ്ങളോടുള്ള സ്നേഹമാണ്. ചാടി പിടിച്ചൊന്ന് മുത്തം കൊടുക്കാൻ, അല്ലെങ്കിൽ അവിടുത്തെ താങ്ങാൻ ആദരവ് കൊണ്ട് കഴിയില്ലെന്ന് പറയാൻ ഒരുപാട് വിശദീകരണങ്ങൾ മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴെന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് കിടക്കുന്നില്ല. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സാധുവായ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മാത്രം പ്രസംഗിച്ച 160-ലേറെ മണിക്കൂർ സീഡികളുണ്ട്. അതിൽ നിന്ന് ലഭ്യമാകുന്നത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അതിൽ ഉഹദ് മലയുടെ പ്രത്യേകത പറയുന്നുണ്ട്, അതിന്റെ മഹബ്ബത്ത് പറയുന്നുണ്ട്, അതിന്റെ സ്നേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു, വമാ അലൈക ഇല്ലാ നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദാൻ. ഓ ഉഹദ് മലേ, എന്തിനാണ് വിഷമിക്കുന്നത്, ഇളകുന്നത്? നിന്റെ മേലെയുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സിദ്ദീഖുൽ അക്ബർ എന്ന സിദ്ദീഖാണ്. രണ്ട് ശുഹദാക്കളായ ഉമർ ഇബ്നുൽ ഖത്താബും അലി ഇബ്നു അബീ ത്വാലിബുമാണ്. ഇതുപോലെ ഒരു സംഭവം ഹിറായുടെ മുകളിൽ കയറിയപ്പോഴുണ്ടായി. അവിടെയുള്ളത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളായിരുന്നു. അവിടെ ഷഹീദ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുമുണ്ട്. പരീക്ഷണങ്ങളുടെ തീച്ചൂളയിലൂടെ സത്യത്തിന്റെ നിലപാട് സ്വീകരിച്ച് വിജയത്തിന്റെ സോപാനത്തിലേക്ക് പോയ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഇരട്ട വെളിച്ചമെന്ന അപരനാമത്തോടെ ഹബീബിന്റെ പ്രണയം പിടിച്ചു പറ്റിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരാണ്? ഒരുപാട് സംഭവങ്ങൾ കാണാം മഹാനവറുകളെ കുറിച്ച്. ഒന്നിലേക്ക് ഇപ്പൊ വിശദമായി കടക്കുന്നില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവസാനം പറയുകയാണ്, ലമ്മാ ഖുതില ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു. ആ വധിക്കുന്നതിന് തൊട്ടു മുമ്പ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ തെറ്റിദ്ധരിച്ചവരുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു കയറിയിട്ട് താടിക്ക് പിടിച്ചവരുണ്ട്. അപ്പോൾ ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, മോനെ, സ്വഹാബികളുടെ മക്കളാണ്, തെറ്റിദ്ധരിച്ചു പോയവരാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ താടിക്ക് പിടിക്കുമ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞു, മോനെ, നിന്റെ വാപ്പയുണ്ടെങ്കിൽ എന്നോടിങ്ങനെ പെരുമാറില്ലായിരുന്നു. നിങ്ങളുടെ പിതാവായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ ഇങ്ങനെ തൊടുമായിരുന്നോ? ഞാൻ സത്യത്തിനെതിരെ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. ഉടനെ ആ സ്വഹാബി അങ്ങ് തൗബ ചെയ്തു, ക്ഷമിക്കണേ ഉസ്മാൻ തങ്ങളെ. എതിർപക്ഷത്ത് നിന്ന് മാറി നിന്നു. വിശദീകരിക്കാൻ ഇപ്പോൾ സമയം പോരാ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്യാൻ ആയത്തോതിയിട്ട് എതിരാളികൾ ഇറങ്ങി. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, കൊല്ലണമെങ്കിൽ
ഇസ്ലാം പറഞ്ഞ ഒരൊറ്റ ന്യായവും എന്റെ മേൽ ആരോപിക്കാനില്ല. ഇസ്ലാമിക കോടതിയിൽ ഒരാൾക്ക് കൊല വിധിക്കാനുള്ള ഒരു കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല. സ്വഹാബികളിൽ പലരും എഴുതി, ഉസ്മാൻ തങ്ങളെ യുദ്ധത്തിന് തയ്യാറായിക്കോ, ഞങ്ങളും സൈന്യവും റെഡിയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ കൊണ്ടൊരാളും ഒരു പോരാട്ടത്തിനും ഇറങ്ങേണ്ടതില്ല. നിങ്ങൾ ആരും ഇവിടെ യുദ്ധക്കളം തീർക്കേണ്ടതില്ല. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ തീരുമാനിച്ച എതിരാളികളുടെ മുമ്പിൽ വെച്ച് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നടത്തിയൊരു പ്രഖ്യാപനമുണ്ട്. നിങ്ങൾ എന്നെ വധിക്കാൻ പോവുകയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് എന്നെ ഷഹീദ് എന്ന് പറഞ്ഞ് ആദരിച്ചത് ഹിറാ മലയുടെ മുകളിൽ നിന്ന് ഓർമ്മയില്ലേ? ആ ഉസ്മാനാണിത്. ബൈഅത്തുർ റിദ്വാനിൽ സ്വഹാബികളോട് ഉടമ്പടി ചെയ്യുമ്പോ ഞാൻ അവിടെയില്ല. അപ്പൊ എന്റെ കൈക്ക് പകരം തങ്ങളുടെ ഒരു കൈ തന്നെ പിടിച്ചിട്ട് ഉസ്മാനിന്റെ കൈയാണിതെന്ന് പറഞ്ഞ് നബി തങ്ങൾ തന്നെ ഇങ്ങനെ ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. ആ ഉസ്മാനാണേ. നിങ്ങൾ മറന്നുപോയോ? ആരാണ് ഈ വീട് വാങ്ങിയിട്ട് നിസ്കരിക്കാൻ നൽകുക എന്ന് ചോദിച്ചപ്പോ, ഈ വീട് വാങ്ങിയിട്ട് തരുന്നവർക്ക് സ്വർഗത്തിൽ വീടുണ്ടെന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞ്, വീട് വാങ്ങിയിട്ട് സംഭാവന ചെയ്ത ആളാണു ഞാൻ. മറന്നുപോയോ? മദീനത്തേക്ക് വരുമ്പോ കുടിവെള്ളമില്ലാതിരുന്നപ്പോൾ ആരാണ് കിണർ വാങ്ങിയിട്ട് വെള്ളം കൊടുക്കാനെന്ന് ചോദിച്ചപ്പോ കിണർ വാങ്ങിയിട്ട് വെള്ളം കുടിക്കാൻ അവസരം നൽകിയ ഉസ്മാനാണ്. മറന്നുപോയോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു മകളെ വിവാഹം ചെയ്തു തന്നു. ആ മകള് വഫാത്തായപ്പോൾ അടുത്ത മകളെ വിവാഹം ചെയ്തു തന്ന് വീണ്ടും ആദരിച്ചു. അങ്ങനെയുള്ള ഉസ്മാനാണ്. മറന്നുപോയോ? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ അംഗീകാരങ്ങൾ മുഴുവനും അങ്ങ് വായിച്ചു പറഞ്ഞു, വിശദീകരിച്ചു. അപ്പോഴവര് പറഞ്ഞു, അതൊന്നും ഇവിടെ ബാധകമല്ല, നിങ്ങളെ കൊല്ലാൻ ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോഴാണ് മെല്ലെ മേലോട്ട് നോക്കുമ്പോൾ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള ഒരു സമ്മാനം. ഓ ഉസ്മാനേ, വെള്ളം കുടിച്ചോളൂ, നാളെ എന്റെ കൂടെ നോമ്പ് തുറക്കാൻ വന്നോളൂ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് വിളിച്ചതായി അൽ ബിദായ വന്നിഹായ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഒരു ഭീരുവായതുകൊണ്ടല്ല എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞത്, പേടിച്ചു പോയത് കൊണ്ടല്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവസാനം വിശദീകരിക്കുന്നത് തബഖാത്തിൽ കാണുന്നുണ്ട്. മുഹമ്മദ് സ്വല്ലാബി എഴുതിയിട്ടുണ്ട്, താരീഖിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അവസാനം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളത് പറയാനുള്ള കാരണം, എന്നെ നിങ്ങൾ കൊലപ്പെടുത്തിയാൽ അതിന്റെ പേരിൽ നിങ്ങൾ ഗ്രൂപ്പ് തിരിഞ്ഞ് ബഹളം വച്ചു പോകും, നിങ്ങളുടെ ഇടയിൽ ഭിന്നത വന്നു പോകും, മുസ്ലിം ഉമ്മത്ത് രണ്ട് തട്ടിലായി പോകും. അതുകൊണ്ട് എന്നെ ആക്രമിക്കരുതെന്നാണ്, അല്ലാതെ മരണം പേടിയില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഖുർആൻ പാരായണം ചെയ്ത് അവിടുത്തെ വിശുദ്ധ രക്തം ഖുർആനിലേക്ക് വീണിട്ടാണ് ഷഹീദാകുന്നത്. അവസാനം ജന്നത്തുൽ ബഖീൽ അടക്കാൻ പോലും അവരനുവദിച്ചില്ല.
ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്ന മദീനത്ത് അവിടുത്തെ പള്ളിയുടെ ചാരത്ത് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ തൊട്ടടുത്ത് കിടക്കുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ തൊട്ടടുത്ത് കിടക്കുന്നുണ്ട്. അതിനടുത്തൊരു ഖബർ കൊടുക്കുന്നത് പോയിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ ജന്നത്തുൽ ബഖീഇൽ പോലും ഖബറടക്കിയില്ല. ജന്നത്തുൽ ബഖീന് പുറത്താണ് ഉസ്മാൻ തങ്ങളെ ഖബറടക്കിയത്. പിന്നീട് ജന്നത്തുൽ ബഖീഅ വിശാലമായപ്പോൾ അതിന്റെ ഉള്ളിലാണ് ഉസ്മാൻ തങ്ങളുടെ ഖബർ വെട്ടത്. ആ ജന്നത്തുൽ ബഖീഅ എത്ര നീട്ടിയാലും അതിന്റെ മൂല്യം ഒന്നു തന്നെയാണ്. മസ്ജിദുൻ നബവി എത്ര വലുതാക്കിയാലും മസ്ജിദുൻ നബവിക്ക് അതിന്റെ മൂല്യമുണ്ട്. അത് സൻആ വരെ നീട്ടിയാലും എന്ന് ഹദീസുകളിൽ കാണുന്നുണ്ട്. അതുപോലെ ഈ പരിശുദ്ധമായ ജന്നത്തുൽ ബഖീഅ എത്ര വിശാലമാക്കിയാലും ജന്നത്തുൽ ബഖീഇൽ അടക്കപ്പെടുന്നവർക്ക് അതിന്റെ പവിത്രതയുണ്ട്. അപ്പൊ പിൽക്കാലത്താണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ ഖബറു ശരീഫ് ബഖീഇന്റെ ഭാഗമായി മാറുന്നത്. വിശദീകരിക്കുന്നില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് കൊല ചെയ്യപ്പെട്ടപ്പോൾ ഫത്തശൂ ഖസാഇനഹു അവിടുത്തെ ഖജനാവുകളെല്ലാം പരിശോധിച്ചു. ഫവജദൂ ഫീഹാ സുന്ദൂഖൻ മുഖഫല പൂട്ടിയ ഒരു പെട്ടി കാണുന്നുണ്ട്. ഫഫതഹൂഹു അവർ തുറന്നു നോക്കി. ഫവജദൂ ഫീഹി അതിന്റെ ഉള്ളിൽ ഒരു ചെറിയ ഉരുണ്ട ഒരു സാധനം, ഒരു റോള് കാണുന്നുണ്ട്. ഹുക്കാ ഫീഹാ വറഖത്തുൻ മക്തൂബുൻ ഫീഹാ അതിന്റെ ഉള്ളിൽ ഒരു കടലാസ് ചുരുട്ടി വെച്ചിട്ടുണ്ട്. ആ റോളറിന്റെ ഉള്ളിൽ ഒരു കടലാസ് ചുരുട്ടി വെച്ചിട്ടുണ്ട്. ഹാദിഹി വസിയ്യത്തു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അതിലുള്ളത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ വസിയ്യത്താണ്. എന്താണെന്നറിയുമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅന്നൽ ജന്നത ഹഖ് വഅന്നൻ നാറ ഹഖ് വഅന്നല്ലാഹ യബ്അസു മൻ ഫിൽ ഖുബൂരി ലിയൗമിൻ ലാ റൈബ ഫീഹി ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ് എന്ന് തുടങ്ങിയിട്ട് അല്ലാഹുവിൽ വിശ്വസിക്കുകയും പരലോകത്തിന്റെ വിചാരങ്ങൾ ഉയർത്തുകയും ചെയ്യുന്ന കുറിപ്പാണ് വസിയ്യത്തായി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ എഴുതി വെച്ചിട്ട് പോയതെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരാ, കണ്ടില്ലേ നമ്മുടെ മുൻഗാമികളുടെ വഴി? അവരെല്ലാം ചിരിച്ചു ചിരിച്ചു ലോകത്തോട് യാത്ര ചോദിച്ച് സ്വർഗം കണ്ട് മരിച്ചവരാണ്. നമ്മൾ എന്തോ ഒരുക്കി വെച്ചുപോയി. നമ്മുടെ കയ്യിലൊന്നുമില്ല. അതുകൊണ്ട് മോനെ, ജീവിതം അല്ലാഹുവിനെ ഓർത്തുകൊണ്ടാവണം. ഇന്ന് കണ്ടില്ലേ അവിടെ ഇവിടെയൊക്കെ പെമ്പിള്ളേര് ഒളിച്ചോടുന്നത് കാണാം. എന്തേ അങ്ങനെ ഒളിച്ചോടാനുള്ള കാരണം? വീടുകളിൽ ഈമാനികമായ ചിട്ടയില്ല, ഇസ്ലാമികമായ ചുറ്റുപാടില്ല, അള്ളാഹുവിനെ കുറിച്ച് അറിയാനുള്ള സാധ്യതകളില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തുന്ന വിചാരങ്ങളില്ല, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴികളൊന്നുമില്ല. മറിച്ചോ ദുനിയാവിലേക്ക് ഒരു മോനുണ്ടായാൽ എങ്ങനെയെങ്കിലും ഡോക്ടറോ എഞ്ചിനീയറോ പണക്കാരനോ ചില്ലറക്കാരനോ ആകണം, അല്ലാതെ അവൻ ആലിമാകണമെന്ന വിചാരമില്ല. എന്റെ മകനൊരു പണ്ഡിതനാകട്ടെ, എന്റെ മകൾ ഖുർആൻ പഠിക്കട്ടെ, എന്റെ മകൻ അള്ളാഹുവിന്റെ വഴിയിൽ വരട്ടെ എന്ന് ചിന്തിക്കുവാൻ ആളുകളില്ല. ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല, വിഷയം വിശാലമാണ്. മുൻഗാമികളെല്ലാം അവരുടെ വഴിയിൽ നല്ലതുപോലെ കടന്നുപോയവരാണ്, മാന്യമായി ജീവിച്ച് സ്വർഗം കണ്ട് മരിച്ചവരാണ്. ഒന്ന് രണ്ട് ഉദാഹരണം കൂടി ഞാൻ പറയട്ടെ. ഞാൻ ഉദ്ദേശിച്ച വിഷയത്തിലേക്ക് സ്വസ്ഥമായി കടക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആരാണ്? അതുപോലെ തന്നെ ഷഹീദാണ്, കൊല ചെയ്യപ്പെട്ട മഹാനാണ്. ലമ്മാ ദുരിബ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു അവിടുന്ന് മർദ്ദനമേറ്റു മരിച്ചു. മാ ഫഅല ളാരിബി, എന്നെ അടിച്ചവനെ നിങ്ങൾ എന്ത് ചെയ്തു? ഖാലൂ ഖദ് അഖദ്നാഹു,
ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് അലിയാര് തങ്ങളെ ആക്രമിച്ച അക്രമിയെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. ഖാല, അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അത്ഇമൂഹു മിൻ തഅമീ, എന്റെ ഭക്ഷണത്തിൽ നിന്ന് അവന് ഭക്ഷണം കൊടുക്കണം, എന്റെ പാനീയത്തിൽ നിന്ന് അവന് പാനീയം കൊടുക്കണം. മാത്രമല്ല, ഫൈൻ അന ഇസ്തുറഅയ്തു ഫീഹി റഈ, ഞാൻ ഈ കിടക്കയിൽ മരിച്ചില്ലെങ്കിൽ അവനെ എന്തു ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അതേ സമയത്ത് വൈൻ അനമിത്തു, ഞാൻ മരിച്ചുപോയാൽ കോടതി നിയമം അനുസരിച്ച് ഫദ്രിബൂഹു ദർബത്തൻ വാഹിദാ ലാ തസീദൂ അലൈഹാ, ഒരടി നിങ്ങൾ അടിച്ചോ, അതിലേറെ അടിക്കാൻ പാടില്ല. കാരണം അയാൾ എന്നെ ഒരടിയേ അടിച്ചിട്ടുള്ളൂ, അതിൽ എനിക്ക് ആഴമേറിയ പരിക്ക് പറ്റിയെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ പറഞ്ഞു, എന്റെ കഫൻ പുടവേ നിങ്ങൾ നല്ലതുപോലെ റെഡിയാക്കി വെച്ചോ, അതിൽ നിങ്ങൾ വില കൂടിയത് ഉപയോഗിക്കല്ലേ. നിങ്ങൾ എന്റെ ജനാസയും കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ഓടിപ്പോകാനോ മെല്ലെയാകാനോ പാടില്ല. ഞാൻ നല്ലയാളാണെങ്കിൽ വേഗം പരലോകത്തേക്ക് പോയിക്കോട്ടെ, ഞാൻ മോശക്കാരനാണെങ്കിൽ നിങ്ങൾ എന്നെ ചുമന്നോണ്ട് നടന്ന് വിഷമിക്കണ്ട എന്ന് പറഞ്ഞ അലി റളിയല്ലാഹു അൻഹു അതാ ചിരിച്ചുകൊണ്ട് കിടക്കുന്നില്ലേ. ആ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവസാനം മോഹനമായ സ്വർഗം കണ്ട് ശോഭനമായ പറുദീസയിലേക്ക് കടന്നുപോയ മഹാനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമുക്കും മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് മരിക്കണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന മഹത്തായ ആശയങ്ങൾ ഉൾക്കൊണ്ട് ജീവിച്ച് അവിടുത്തെ വഴിയിൽ മുന്നോട്ട് പോയി അള്ളാഹുവിന്റെ തൃപ്തിയിലായി ജീവിക്കണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള വിചാരം വേണം. പരലോകത്തെ കുറിച്ച് വിചാരിക്കാൻ നമ്മുടെ വീട്ടിൽ സാഹചര്യമില്ല, നമ്മുടെ പാഠശാലയിൽ സാഹചര്യമില്ല. മുൻഗാമികൾ അങ്ങനെയല്ല. അവരുടെ കൽബിന്റെ ഉള്ളിലേക്ക് ആയത്ത് കേൾക്കുമ്പോൾ വജിലത്തു ഖുലൂബുഹും, അവരുടെ കൽബുകൾ പിടച്ചുപോയി. ബഹുമാനപ്പെട്ട ഇമാം യാഫഈ റളിയല്ലാഹു അൻഹു റൗളുർ റയാഹീനിൽ പറയുന്നുണ്ട്, عن منصور بن عمار رضي الله عنه قال رأيت في بعض الأيام شابا يصلي صلاة الخائفين. ഞാൻ നോക്കിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ കണ്ടില്ലേ, അള്ളാഹുവിനെ ഭയക്കുന്ന രൂപത്തിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. ഞാനപ്പോ തന്നെ മനസ്സിലാക്കി, ഇത് ചിലപ്പോൾ ഔലിയാക്കളിൽപ്പെട്ട ഒരാളായിരിക്കും. അങ്ങനെ ഒരു ദിവസം നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞപ്പോൾ ثم سلمت عليه, ഞാൻ പോയി ആ ചെറുപ്പക്കാരന് സലാം പറഞ്ഞു. ഫറദ്ദ അലയ്യ സലാമ, എന്നിലേക്ക് സലാം മടക്കി. ഫഖുൽതു ലഹു അലം തഅലം അന്ന ഫീ ജഹന്നമ വാദിയൻ യുഖാലു ലഹു ലല്ലാ നസാഅതൻ ലിശ്ശവാ. ഞാൻ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, നരകത്തിൽ അല്ലാ എന്നൊരു താഴ്വരയില്ലേ? തുടർന്നുള്ള നരകത്തെ കുറിച്ചുള്ള ആയത്ത് ഞാൻ അങ്ങോതി. അപ്പോഴേക്ക് ഒരട്ടഹാസമാണ് ആ ചെറുപ്പക്കാരൻ. ബോധരഹിതനായി അങ്ങ് വീണു. ബോധം തെളിഞ്ഞപ്പോൾ എന്നോട് പറയുകയാണ്, സിദ്നി, കുറച്ചുകൂടി ആയത്തുകൾ ഓതി തന്നെ. ഫഖുൽതു, ഞാൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. ഞാൻ ആ ചെറുപ്പക്കാരന് ഓതി കൊടുത്തു.
നിങ്ങൾ നിങ്ങളുടെയും കുടുംബത്തിന്റെയും ശരീരങ്ങളെ നരകത്തിൽ നിന്ന് കാക്കണം. നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യനും കല്ലുകളുമാണ്. അതിൽ ദൃഢന്മാരായ മലായികത്തുകളുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് മാത്രം നിൽക്കുന്ന മാലാഖമാരാണ്. അന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ നരകത്തെ കുറിച്ചുള്ള ആയത്തങ്ങ് ഓതിക്കൊടുത്തപ്പോൾ അള്ളാഹുവിന്റെ ഖുർആൻ കേട്ട് ഈമാൻ കൂടിയ മനുഷ്യൻ അതാ മരിച്ചു വീഴുന്നു. വസ്ത്രമെന്ന് നീക്കി നോക്കിയപ്പോൾ അതാ മാറിന്റെ ഭാഗത്ത് എഴുതി വെച്ചിരിക്കുന്നു സ്വർഗത്തിലാണ്. നല്ല പട്ടുടയാടകൾ ധരിച്ചുകൊണ്ടാണ്. അള്ളാഹുവിന്റെ ആനുകൂല്യങ്ങളുടെ നടുവിലാണ് എന്ന് സൂചന നൽകുന്ന ആയത്തുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ പാലിക്കുന്ന ആളുകൾ, അവർക്ക് സ്വർഗമുണ്ട്. ഉമ്മമാരെ, ഞാൻ നീട്ടിപ്പറയുന്നില്ല. കണ്ടില്ലയോ സഹ്റാ ഫാത്തിമ റളിയല്ലാഹു അൻഹ ആരാണ്? ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹ ആരാണ്? ലമ്മാ ഹളറത്ത് ഫാത്തിമത്തു റളിയല്ലാഹു അൻഹ അൽ വഫാ, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വാസന്ന സമയമായപ്പോൾ ദഅത് ബിമാഇൻ ഫഗ്തസലത് ثم دعت بحنوت فتحنطت ثم دعت بثياب أكفانها فلبست ثم قالت إذا أنا مت فلا تحركني. മരണത്തിന്റെ സമയം നേരത്തെ അറിഞ്ഞ മഹദിയാണ്. വെള്ളം കൊണ്ടുവരൂ, കുളിച്ച് റെഡിയായി. സുഗന്ധം കൊണ്ടുവരൂ, അത് പുരട്ടി റെഡിയായി. കഫൻ പുടവ കൊണ്ടുവരൂ, അത് പുതച്ചു റെഡിയായി കിടക്കുകയാണ്. പോകാൻ യാത്രയ്ക്കൊരുങ്ങിപ്പോയി. ബഹുമാനപ്പെട്ട കസീർ ഇബ്നു അബ്ബാസ് എന്നവരും ഇതുപോലെയായിരുന്നു എന്ന് മഹാന്മാര് രേഖപ്പെടുത്തുന്നു. അല്ലാഹു ജല്ല ജലാലുഹു ആഖിബത്ത് നന്നായി മരിക്കുന്ന സ്വാലിഹുകളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി തരട്ടെ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മുൻഗാമികളായ എല്ലാ ഇമാമുകളും സ്വർഗം കണ്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് ലയിച്ചു ചേർന്ന് മരിച്ച മഹാന്മാരാണ്. മുഹമ്മദുൽ ഹനഫിയ്യ റളിയല്ലാഹു അൻഹു ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിൽപ്പെട്ട മഹാനാണ്. ആ മുഹമ്മദുൽ ഹനഫിയ്യ എന്നവർ വഫാത്തിന്റെ സമയമെടുത്തപ്പോൾ വിറച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയക്കുന്നു. അവസാനം മരണത്തിന്റെ സമയമായപ്പോൾ പറഞ്ഞു, മോനെ അബുനയ്യ ലൗ റഅയ്ത മാ റഅയ്തു, മോനെ ഞാൻ കാണുന്നത് നീ കണ്ടുപോയാൽ ഖറത്ത് ഐനാക, നീ ഇപ്പ മരിക്കാൻ ഇഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് മോനെ, ഇത് സ്വർഗത്തിലേക്കുള്ള യാത്രയാണ്. 4 മദ്ഹബിന്റെ ഇമാമുകളുടെയും വഫാത്ത് പറയാനുണ്ട്. 6 ഹദീസിന്റെ ഇമാമുകളുടെയും വഫാത്ത് ഓർമ്മപ്പെടുത്താനുണ്ട്. ആയിരക്കണക്കിന് മഹാന്മാർ അവരെല്ലാവരും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തിട്ട് മരണത്തിന്റെ സമയം നേരത്തെ അറിഞ്ഞവരുണ്ട്. കഫൻ പുടവ അണിഞ്ഞിട്ട് കിടന്നു പോയവരുണ്ട്. അതുപോലെ തന്നെ വീട്ടിലുള്ള എല്ലാവരോടും മാറി നിൽക്കാൻ പറഞ്ഞിട്ട് അവസാനം സുഗന്ധം ഉപയോഗിച്ചിട്ട് കിടന്ന മഹാന്മാരുണ്ട്. അതാ കണ്ടില്ലേ, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആരാണ്? പ്രമുഖനായ സ്വഹാബിയാണ്. ദിഗ്വിജയങ്ങളിൽ നബിതങ്ങളെ അനുസ്മരിപ്പിച്ച മഹാനാണ്. അപ്പോൾ മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പാത്രം കൊണ്ടുവരൂ. പാത്രത്തിൽ വെള്ളത്തിൽ സുഗന്ധം കലർത്തൂ, അതിവിടെയെല്ലാം തളിച്ചു വൃത്തിയാക്കൂ. ഫിന്നഹു യഹ്ദുറുനി ഖൽഖും മിൻ ഖൽഖില്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ നിന്ന് ഒരു പറ്റം ആളുകൾ ഇവിടെ വരാനുണ്ട്.
യജിദൂന الريح ولا يأكلون الطعام. സുഗന്ധം സ്വീകരിക്കുന്നവർ ഭക്ഷണം കഴിക്കാത്തവരുമാണ്. അങ്ങനെ വീട്ടുകാരി അതെല്ലാം ചെയ്തു. അപ്പോൾ പറഞ്ഞു, മേലത്തെ റൂമിലാണ്, തട്ടിന്റെ മേലെയുള്ള റൂമിലാണ്. എന്നാ മോളെ അസ്സലാമു അലൈക്കും, താഴോട്ടിറങ്ങിക്കോ. ഫഫഅലത്ത്, അങ്ങനെ വീട്ടുകാരിയെല്ലാം സുഗന്ധം തെളിച്ച് സൽമാനുൽ ഫാരിസി തങ്ങൾ കിടക്കുമ്പോൾ അവിടെ നിറങ്ങി താഴോട്ട് പോയി. അല്പം കഴിഞ്ഞ് മേലെ കയറി വന്നപ്പോൾ ഫൈദാഹു ഖദ് മാത, മഹാനവർകൾ മരണപ്പെട്ടു പോയി. ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആരാണ്? മഹാനവറുകൾ പറഞ്ഞു, എന്റെ നൊരുമ്പിയ ജുബ്ബ എവിടെയാണ്? അതിങ്ങു കൊണ്ടുവന്നോ. കഫിനൂനി ഫീഹാ, അതിൽ എന്റെ കഫൻ പുതപ്പ്, എന്നെ കഫൻ പൊതിഞ്ഞോ. ഫഇന്നീ ലഖീതുൽ മുശ്രികീന ഫീഹാ യൗമ ബദർ, ബദർ യുദ്ധത്തിൽ ഞാൻ അതിട്ടുകൊണ്ടാണ് യുദ്ധം ചെയ്തത്. വഇന്നമാ കുന്തു ഉഖ്ബിഉഹാ ലിഹാദൽ യൗം, ഞാനത് കരുതി വെച്ചിരുന്നത് ഇന്നെന്നെ പൊതിയാനാണ്. ബദർ യുദ്ധത്തിൽ ഞാൻ ഇട്ടുകൊണ്ട് ദീനിന് സേവനം ചെയ്ത കുപ്പായം ഇങ്ങ് കൊണ്ടുവന്ന് എന്റെ കഫൻ പൊതിഞ്ഞോ. അങ്ങനെ എല്ലാ ഇമാമുകളും നേതാക്കളും അള്ളാഹുവിനെ അറിഞ്ഞു ജീവിച്ച് അള്ളാഹുവിലേക്ക് ലയിച്ച് സജ്ജനങ്ങളായി കടന്നുപോയവരാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒന്ന് ചെറുതായി നമുക്ക് അബദ്ധം വന്നു പോയാൽ നമ്മുടെ ആഖിബത്ത് മോശമായി പോകും. അല്ലാഹു തആല നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കബായിർ എന്ന കിതാബിൽ ദഹബി രേഖപ്പെടുത്തുകയാണ്, യൂസുഫുൽ ഫിർയാബി നിവേദനം ചെയ്യുകയാണ്, ഖറജതു അന വജമാഅത്തും മിൻ അസ്ഹാബി ഫീ സിയാറത്തി അബീ സിനാൻ റഹിമഹുല്ലാഹ്. ഞങ്ങൾ അബീ സിനാൻ റഹിമഹുല്ലയെ സന്ദർശിക്കാൻ പുറപ്പെട്ടു. ഫലമ്മാ ദഖൽനാ അലൈഹി വജലസ്നാ ഇൻദഹു, അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ പറഞ്ഞു, ഖൂമൂ ബിനാ നസൂറു ജാറൻ ലനാ മാത അഖൂഹു, ഞങ്ങളുടെ ഒരു അയൽവാസിയുണ്ട്, അയാളുടെ സഹോദരൻ മരിച്ചുപോയി, നമുക്കൊന്ന് പോയി സന്ദർശിക്കാം, ഒന്ന് തഅസിയത്ത് നടത്താം. ഞങ്ങൾ കൂടെ എഴുന്നേറ്റു. ദഖൽനാ അലാ ദാലിക റജുൽ, ആ പറഞ്ഞയാളുടെ വീട്ടിലേക്ക് ചെന്നു. ഫവജദ്നാഹു കസീറൽ ബുകാഇ വൽ ജസ്ഇ അലാ അഖീഹി, മരിച്ചുപോയ സഹോദരനെ ഓർത്തിട്ട് കരയുന്ന വേദനിക്കുന്ന ആളാണ്. ഞങ്ങൾ അടുത്തിരുത്തിയിട്ട് സമാധാനപ്പെടുത്തി, തഅസിയത്ത് നടത്തി. പക്ഷേ അയാൾ അതൊന്നും കേൾക്കുന്നില്ല. അപ്പൊ ഞങ്ങൾ അയാളോട് പറഞ്ഞു, മോനെ അമാ തഅലം, നിനക്കറിയില്ലേ അന്നൽ മൗത്ത് സബീലുൽ ലാ ബുദ്ദ മിൻ, മരണം എല്ലാവർക്കും ഉള്ളതാണ്, പിന്നെന്തേ അങ്ങനെ വരുന്നത്? അപ്പ സഹോദരൻ പറയുകയാണ്, മരിച്ചതിൽ പരാതിയല്ല, മരണത്തെ മറന്നുകൊണ്ട് സംസാരിക്കുകയല്ല. എന്റെ സഹോദരൻ രാവും പകലുമെല്ലാം എന്റെ സഹോദരൻ ശിക്ഷ അനുഭവിക്കുകയാണ്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? ഞാൻ എന്റെ സഹോദരനെ ഖബറടക്കി, വസവൈതു അലൈഹി തുറാബ, അതിന്റെ മേലെ മണ്ണെല്ലാം റെഡിയാക്കി ജനങ്ങളെല്ലാം തിരിച്ചുപോയി. ജലസ്തു ഇൻദ ഖബരിഹി, ഞാൻ ആ ഖബറിന്റെ അടുക്കൽ തന്നെ ഇരുന്നു. അപ്പോഴതാ ഖബറിന്റെ ഉള്ളിൽ നിന്നതാ എന്റെ സഹോദരന്റെ ശബ്ദം കേൾക്കുന്നു. ഞാൻ നോമ്പെടുക്കാറുണ്ടായിരുന്നു, ഞാൻ നിസ്കരിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ബഹളമാണ്. അങ്ങനെ അവന്റെ ബഹളം എല്ലാം കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ വയ്യാതെ ഞാൻ ആ ഖബറങ്ങ് തുറന്നു. അവന്റെ അവസ്ഥ എന്താണെന്നറിയാനാണ് ഖബർ തുറന്നത്. അപ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് തീയാണ് കാണുന്നത്. നോക്കിയപ്പോൾ അതാ ഇരുമ്പിന്റെ പഴുപ്പിച്ച ഒരു ചങ്ങല എന്റെ സഹോദരന്റെ കഴുത്തിൽ ഇട്ടിരിക്കുന്നു. എന്റെ സഹോദരനോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ എന്റെ കൈ കൊണ്ടത് പിടിച്ചു മാറ്റാൻ നോക്കി. എന്റെ വിരലുകൾ കരിഞ്ഞുപോയി. പിന്നെ അവന്റെ കൈ പുറത്തോട്ട് വന്നപ്പോൾ അതാ കറുത്തിരണ്ട് കരിഞ്ഞിരിക്കുന്നു. ഞാൻ മണ്ണവിടെ ഇട്ട് മൂടി. അതുമുതൽ ഞാനിരുന്നു കൊണ്ട് കരയുകയാണ്. എന്റെ സഹോദരൻ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളുടെ കാരണമായി അവൻ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. അതിന്റെ വേദനയിലാണ് ഞാൻ കരയുന്നതെന്ന് കാണാൻ ചെന്ന മഹാന്മാരോട് പറയുന്നു.
അപ്പോൾ നല്ല നിലക്ക് മരിച്ച സ്വാലിഹീങ്ങൾ സ്വർഗസ്ഥരാണ്. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ കൂട്ടുകാര് കാണുന്നത് സ്വർഗത്തിലിരിക്കുന്ന ശാഫിഈ ഇമാമിനെയാണ്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ വഫാത്തായപ്പോൾ അന്നത്തെ പണ്ഡിതന്മാര് കൂട്ടുകാരോട് ചോദിച്ചു, മുഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ എവിടെയാണ്? അപ്പോൾ അവര് പറഞ്ഞു, ഹുവ ഫീ ബാബിൽ ജന്ന യശ്ഫഉ ലി അഹ്ലിസ് സുന്ന, സ്വർഗത്തിന്റെ വാതിലിലാണ് അഹ്ലുസുന്നത്തിന്റെ ആളുകൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുകയാണ്. അതുപോലെ തന്നെ കണ്ടില്ലേ, ഒരുപാട് മഹാന്മാർ അവരെല്ലാം മരിച്ചുപോയിട്ട് നല്ല നിലക്ക് അവരെ കണ്ട ആളുകളുണ്ട്. അതുപോലെ നമ്മുടെയും ആഖിബത്ത് നന്നാകണം, സ്വാലിഹായി മരിക്കണം. കണ്ടില്ലേ, റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ, 100ഓളം മഹാന്മാരുടെ അവസാന ഘട്ടങ്ങൾ എന്റെ ഈ ക്രോഡീകരണത്തിലുണ്ട്. എത്രയോ ദിവസം പറയേണ്ടതാണ്, സമയം പോരാ. കൂട്ടുകാരെ, ഞാൻ പറഞ്ഞു വന്നതിന്റെ ആകത്തുക, എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടണമെങ്കിൽ ആഖിബത്ത് നന്നായി സ്വാലിഹായി മരിക്കണം. അല്ലാഹു നമ്മെ മുഴുവനും മുത്തഖീങ്ങളിൽ പെടുത്തി തരട്ടെ. എല്ലാ മുഅ്മിനീങ്ങളും ഒന്ന് എഴുന്നേറ്റ് അടുത്തേക്ക് നിൽക്കുമോ? ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. എല്ലാ മഹാന്മാരുടെയും അന്ത്യസമയങ്ങളെ കുറിച്ച് പറയാനുള്ള സമയം പോരാ. ഇമാമിങ്ങൾ അതാ മുഴുവനും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അങ്ങേയറ്റത്തെ ഇഷ്കുള്ള കൽബുകൾ മുഴുവനും രക്ഷപ്പെട്ടു പോയി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചവർ മുഴുവനും വിജയിച്ചു പോയി. ബഹുമാനപ്പെട്ട അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇദാ മാത അഹദും മിൻ ഇഖ്വാനികും, നിങ്ങളിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ ഖബറടക്കിയിട്ട് നിങ്ങൾ പോരാൻ നേരം ഫല്യഖും റജുലുൻ ഇൻദ റഅസിഹി സുമ്മ ലിയഖുൽ, ഒരാൾ ഖബറിന്റെ അടുക്കൽ ഇരുന്ന് തൽഖീൻ ഓതി കൊടുക്കട്ടെ, നമ്മുടെ നാട്ടിൽ തൽഖീൻ ഓതുന്നത് പോലെ ഓതി കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹു വഫാത്താകാൻ നേരം പറഞ്ഞു, എന്നെ കൊണ്ടുവന്ന് വീട്ടിന്റെ മുറ്റത്ത് കിടത്തണം. വീട്ടിന്റെ മുറ്റത്ത് കിടത്തിയപ്പോഴോ പറഞ്ഞു, എല്ലാ ജോലിക്കാരും വേലക്കാരും വരട്ടെ, നിങ്ങളോടെല്ലാവരോടും ഞാൻ ഇതുവരെ അദബുകേടായി പെരുമാറിയിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ ആഖിറത്തിലേക്ക് നീക്കിവെക്കരുത്, എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ സാക്ഷിയാക്കിയ മഹാനാണ് ഉബാദത്ത് റളിയല്ലാഹു അൻഹു. അങ്ങനെ എത്രയോ ഇമാമീങ്ങളാണ് സഹോദരന്മാരെ. അതുകൊണ്ട് അവസാനം എന്റെയും നിങ്ങളുടെയും ആഖിബത്ത് നന്നായി മരിക്കണമെങ്കിൽ അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കണം, ഇബാദത്തിലായി നമ്മുടെ സമയങ്ങൾ ചെലവഴിക്കണം. അന്യ സ്ത്രീ പുരുഷന്മാര് ഇടകലരാൻ പാടില്ല, നിസ്കാരം ഖളാ ആക്കാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല, പലിശ വാങ്ങാനോ കൊടുക്കാനോ ഇടപെടാനോ പാടില്ല, വൃത്തികെട്ട സിനിമകളും മോശത്തരങ്ങളായ പ്രവൃത്തികളിലും ഇടപെടാൻ പാടില്ല. മരണം എപ്പോഴാണ് നമ്മെ മാടി വിളിക്കുക എന്നറിയില്ല. അതുകൊണ്ട് അവസാനം എന്റെ നേതാവായ എന്റെ കൽബിന്റെ കൽബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് കണ്ടുകൊണ്ട് മരിക്കണം. അതല്ലാതൊരാശയും ഈ ജീവിതത്തിൽ അധികമില്ല. എവിടെയും അധികാരിയാകാനുള്ള ആഗ്രഹമില്ല. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാനുള്ള സ്വപ്നമില്ല. മരിക്കുന്ന സമയത്ത് ഹബീബിനെ കണ്ടുകൊണ്ട് മരിക്കണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അതിനു മുമ്പ് എൻ്റെ മുഅ്മിനീങ്ങളെ, ഇഖ്ലാസോടെ അല്ലാഹുവിനോട് ചില കാര്യങ്ങൾ നമുക്ക് പറയണം. നമ്മുടെ വിഷമങ്ങൾ റബ്ബിനോട് ബോധ്യപ്പെടുത്തണം. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി നമുക്ക് നിലകൊള്ളാനുള്ള തൗഫീഖ് ലഭിക്കണം. അല്ലാഹു നമ്മെ മുഴുവനും സ്വാലിഹീങ്ങളിൽ പെടുത്തി തരട്ടെ. ഇൻഷാ അല്ലാഹ് ദുആക്കുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നമുക്ക് അൽപ സ്വലാത്ത് ചൊല്ലണം. അതിനു മുമ്പ് ഇൻഷാ അല്ലാഹ് നമ്മൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന മർക്കസുദ് ദഅവ എന്ന സ്ഥാപനം, അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളെല്ലാം അതിന്റെ ആളുകളാണ്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നിങ്ങളൊക്കെ സംഭാവന ചെയ്യണം.
ഏകദേശം 3500 സ്ക്വയർ ഫീറ്റ് ഉള്ള നമ്മുടെ സ്ഥാപനം അത് പൂർത്തീകരിച്ച് നല്ല നിലയിൽ അള്ളാഹുവിന്റെ ദീനിന് ഉപകാരപ്പെടുന്ന വിധത്തിൽ അത് വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിനെ സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും നീ സഹായിക്കണേ റഹ്മാനെ. അതിനെ ഏറ്റെടുക്കുന്നവരെ മുഴുവനും നീ ഏറ്റെടുക്കണേ റഹ്മാനെ. അപ്പൊ അവസാനം നന്നായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ട് മരിക്കണം എന്ന നീയത്തോടെ നിങ്ങളെല്ലാം അതിനെ സഹായിക്കണം. ഒറ്റ നീയത്തോടെ നമ്മളത് വഖഫായി അത് സംഭാവനയായി നൽകി നമ്മുടെ ബിൽഡിങ്ങിന്റെ ഭാഗമായി അത് മാറിയാൽ അത് നിലനിൽക്കുന്ന ഒരു സംഭാവനയാണ്. നമുക്ക് നാളെ മരിക്കുമ്പോ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടാനുള്ള വഴിയാകണം. അള്ളാഹു അതിനെ സഹായിക്കുന്നവരെ മുഴുവനും സഹായിക്കട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഒരു സ്ക്വയർ ഫീറ്റിന് 1000 ഉറുപ്പികയാണ് വേണ്ടത്. അതിനെ സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും അള്ളാഹു തആല സഹായിക്കട്ടെ ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിലേക്ക് പ്രത്യേകം ദുആ ചെയ്യാൻ തെങ്ങിൽ വളപ്പിൽ സുലൈമാൻ 10 സ്ക്വയർ ഫീറ്റ്. അള്ളാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ കബൂലാക്കണേ റഹ്മാനെ. അവരുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ സ്വീകരിക്കണേ റഹ്മാനെ. നീ അവർക്ക് മുഴുവനും നീ ഖൈർ നൽകണേ അല്ലാഹുവേ. നീ സ്വീകരിക്കണേ റഹ്മാനെ. اللهم صل على سيدنا وملاذنا ومحبوب قلوبنا وجلاء أحزاننا محمد صلى الله عليه وسلم. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റത്തെ മഹബ്ബത്ത് ഞങ്ങളുടെ ഖൽബിൽ നീ നൽകണേ റഹ്മാനേ.